ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുത പദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധുഭയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ധം 10 അധ്യായം 2 ദേവന്മാരുടെ ഭഗവത് സ്തുതി എന്ന അധ്യായത്തിന്റെ ശ്ലോകം 9 നോക്കാം. അദ അഹം അംശ ഭഗേന ദേവക്യ പുത്രതാം ശുഭേ പ്രാപ്സ്യാമി ത്വം യശോദായ നന്ദപത്യാം ഭവിഷ്യസി. അതായത്, അല്ലയോ മംഗളവതിയായ യോഗമായേ, പിന്നീട് ഞാൻ എൻ്റെ ഷഡൈശ്വര്യങ്ങളോടും കൂടി ദേവകിയുടെ പുത്രനായി അവതരിക്കും. നീ നന്ദമഹാരാജാവിൻ്റെ റാണിയായ യശോദാദേവിയുടെ പുത്രിയായും അവതരിക്കും. അപ്പോൾ ഭഗവാൻ യോഗമായെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ദേവകിയുടെ പുത്രനായി അവതരിക്കുമ്പോൾ നീ യശോദാമയ്യയുടെ പുത്രിയായി അവതരിക്കണം എന്ന് പറയുന്നു. ശരിക്കും യോഗമായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും ഇന്റേണൽ പൊട്ടൻസിയും എക്സ്റ്റേണൽ പൊട്ടൻസിയും ഉള്ളതില് ബഹിരംഗ ശക്തിയാണ് യോഗമായ. അതായത് ഭഗവാന്റെ പുറം ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അതായത് ഭഗവാന്റെ ഫ്രണ്ട് സൈഡാണ് രാധാറാണി അഥവാ ഭഗവാന്റെ മഹാമായ. ബാക്ക് സൈഡാണ് യോഗമായ. ബാക്ക് സൈഡാണ് നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ആ ബഹിരംഗ ശക്തി. ആ ബഹിരംഗ ശക്തിയെ വിളിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്, അല്ലയോ ശുഭേ, നീ യശോദമയ്യയുടെ പുത്രിയായും ഞാൻ ദേവകിയുടെ പുത്രനായും വന്ന് ഭവിക്കും, അവതരിക്കും എന്ന് പറയുന്നു. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു, ഈ ശ്ലോകത്തിലെ അംശഭാഗേന എന്ന പ്രയോഗം വളരെ പ്രധാനമാണ്. ഭഗവത്ഗീത 10-ാം അധ്യായത്തിലെ 42-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹ ഇദം കൃഷ്ണം ഏക അംശേന സ്ഥിതോ ജഗത്. അതായത്, അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് കാര്യം? എൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നു, ഭഗവാന്റെ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ ഒരു ചെറിയൊരു അംശമാണ്. ആ ബഹിരംഗ ശക്തിയാലാണ് ഈ ഭൗതിക പ്രപഞ്ചം ഒട്ടാകെ നിറഞ്ഞു നിൽക്കുന്നതും സൃഷ്ടിക്കുന്നതും. ഈ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ, അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ അതീന്ദ്രിയധാമത്തിന്റെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ 4-ൽ 1 അംശം മാത്രമേ ഉള്ളൂ. ഈ ഭൗതിക പ്രപഞ്ചം മൊത്തം അനേകം ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ടങ്ങളെല്ലാം കൂടി ചേർന്നതാണ് ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് അതീന്ദ്രിയ ലോകത്തിന്റെ 4-ൽ 1 അംശമേ ഉള്ളൂ എന്ന് സാരം. അപ്പൊ എത്രയോ നിസ്സാരമാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക പ്രപഞ്ചം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. എല്ലാം ഭഗവാന്റെ ശക്തിയുടെ ഭാഗമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് പിന്നിൽ ബ്രഹ്മാവും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ക്ഷീരാബ്ദി തീരത്ത് അദ്ദേഹം ഭഗവാനോട് അവതരിക്കാൻ ആവശ്യപ്പെട്ട് ചെന്നിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഭൂമിദേവി ഭൂഭാരം താങ്ങാനാവാതെ ദേവന്മാരെ സമീപിക്കുകയും ബ്രഹ്മദേവൻ എല്ലാ ദേവന്മാരെയും കൂട്ടിയിട്ട് പാലാഴിയിൽ പോയിട്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യും. അങ്ങനെ ഭഗവാനെ സ്തുതിക്കുമ്പോഴാണ്, പുരുഷ സൂക്തം ചൊല്ലി സ്തുതിക്കുമ്പോഴാണ് ഭഗവാൻ പാലാഴിയിൽ നിന്ന് അവരുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്.
അപ്രകാരം ഒരു പ്രാവശ്യം ഭൂഭാരം താങ്ങാനാവാതെ ഭൂമിദേവിയും ബ്രഹ്മാവിനോടൊപ്പം പാലാഴിയിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ചപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, ഞാൻ ദേവകീ സുതനായി ഭൂമിയിൽ അവതരിക്കാമെന്ന്. അതാണ് ഇവിടെ ബ്രഹ്മാവിനും ഒരു പങ്കുണ്ട് എന്ന് പറയുന്നത്. അവതരിക്കാൻ ആവശ്യപ്പെട്ട് ചെന്നിരുന്നതായി പറയുന്നത്. ഭഗവാന്റെ ആദ്യ വിസ്തരണമായ ബലദേവനും ഇതിലൊരു പങ്ക് വഹിച്ചു. അങ്ങനെ ബലദേവനും രോഹിണി മാതയുടെ ഗർഭത്തിൽ ആവിർഭവിച്ചു, അല്ലെങ്കിൽ വന്നു ഭവിച്ചു. അത് എപ്രകാരമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ്. യശോദാദേവിയുടെ മകളായി അവതരിച്ച യോഗമായയ്ക്കും അങ്ങനെ ഭഗവാന്റെ അവതാര സമയത്ത് പ്രത്യക്ഷീഭവിക്കുവാൻ ഒരു ഭാഗ്യമുണ്ടായതായി ഇവിടെ പറയുന്നു. ജീവതത്വവും വിഷ്ണു തത്വവും ശക്തി തത്വവും ഒക്കെ ഭഗവാനിൽ ആണ് ഉൾച്ചേർന്നിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുമ്പോൾ ഈ അംശങ്ങളൊക്കെ ചേർന്ന് സമഗ്രതയോടെ പ്രത്യക്ഷപ്പെടുന്നു. മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ചതുപോലെ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് സംഘർഷണനായ ബലദേവനെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആകർഷിക്കാൻ യോഗമായ നിർദ്ദേശിക്കപ്പെട്ടു. ഭഗവാന്റെ ബഹിരംഗ ശക്തിയായ യോഗമയെ വിളിച്ചിട്ടാണ് ഭഗവാൻ പറഞ്ഞത് യശോദാമയയുടെ പുത്രിയായി വന്നു ഭവിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിനു മുന്നേ തന്നെ ദേവകി മാതയുടെ ഗർഭത്തിൽ വന്നു ഭവിച്ച സംഘർഷണനെ അല്ലെങ്കിൽ ബലദേവനെ ഇവിടെ നിന്നും ദേവകിയുടെ ഗർഭത്തിൽ നിന്നും രോഹിണി മാതയുടെ ഗർഭത്തിലേക്ക് വഹിക്കാൻ നിയോഗിക്കപ്പെട്ടതും ഈ യോഗമായ തന്നെയായിരുന്നു. അങ്ങനെ ആകർഷിക്കാൻ യോഗമായ നിർദ്ദേശിക്കപ്പെട്ടു. ഇതൊരു കഠിനമായ ചുമതല തന്നെ ആയിരുന്നു. സ്വാഭാവികമായും ഇതെങ്ങനെ കഴിയുമെന്ന് യോഗമായയ്ക്ക് സങ്കല്പിക്കാൻ പോലും സാധിച്ചില്ല. ദേവകിയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ എങ്ങനെയാണ് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആവാഹിക്കുക എന്ന് യോഗമായയ്ക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല എന്നിവിടെ പറയുന്നു. കാരണം അത് കഠിനമായ ഒരു പ്രയത്നമല്ലേ. അപ്പോൾ കൃഷ്ണൻ അവളെ ശുഭേ എന്ന് സംബോധന ചെയ്ത് പറയുകയുണ്ടായി. അനുഗ്രഹം നേടിക്കൊള്ളൂ, എന്നിൽ നിന്ന് ശക്തി നേടി നിനക്കത് ചെയ്യുവാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്രകാരം ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യുവാൻ സാധിക്കും എന്നതാണ് സത്യം. കാരണം അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാ വസ്തുക്കളിലുമുണ്ട്. എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിന്റെ ഭാഗവും തന്നെയാണ്. അംശഭാഗേന എന്ന വാക്കതാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാന്റെ പരമ ഇച്ഛയാൽ അവ കൂടുകയും കുറയുകയും ചെയ്യുന്നു. ബലരാമന് കൃഷ്ണനേക്കാൾ 15 വയസ്സിന്റെ മൂപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവാന്റെ അനുഗ്രഹം കാരണം യോഗമായയ്ക്ക് യശോദാദേവിയുടെ പുത്രിയാകാൻ സാധിച്ചു. പക്ഷെ മാതാപിതാക്കളുടെ വാത്സല്യം അനുഭവിക്കാൻ ആ യോഗമായയ്ക്ക് സാധിച്ചില്ല. അതായിരുന്നു ഭഗവാന്റെ നിശ്ചയം. പക്ഷെ കൃഷ്ണൻ യശോദാദേവിയുടെ ഗർഭത്തിൽ പിറന്നതല്ലെങ്കിലും യശോദാമയ്യയുടെയും നന്ദഗോപരുടെയും വാത്സല്യം ആസ്വദിക്കുവാനും നുകരുവാനും സാധിച്ചു. അതാണ് യശോദാമയ്യയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം മൂലം യോഗമായ യശോദയുടെ പുത്രി എന്ന് പ്രസിദ്ധയാവുകയുണ്ടായി. യശോദയും ശ്രീകൃഷ്ണ കൃപ കാരണം പ്രശസ്തി നേടി. യശോദ എന്ന പേരിന്റെ അർത്ഥം തന്നെ യശസ് പ്രദാനം ചെയ്യുന്നവൾ എന്ന് തന്നെയാണ്. അപ്രകാരം ഭഗവാൻ വന്ന് ഭവിച്ചത് കാരണം യശോദാമയ്യയ്ക്കും അതിലൂടെ യോഗമായയ്ക്ക് പോലും പ്രശസ്തി നേടാൻ സാധിച്ചു എന്നതാണ് വാസ്തവം. യശോദാമയ്യയുടെ പുത്രിയായി ജന്മമെടുക്കാനും അതിൽ പരം ഭഗവാൻ ആ യശോദാമയ്യയുടെ വാത്സല്യം നുകരാനും ഇടയായത് വളരെ വളരെ ഭാഗ്യമായി ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 10 നോക്കാം. അർച്ചിഷ്യന്തി മനുഷ്യസ്ത്വാം സർവകാമവരേശ്വരീം ധൂപോപഹാര ബലിഭി സർവകാമവരപ്രദാം. അങ്ങനെ പലതരം പൂജാദ്രവ്യങ്ങൾക്കൊപ്പം മൃഗങ്ങളെയും ബലി കഴിച്ച് നിന്നെ സാമാന്യ ജനങ്ങൾ ആഘോഷപൂർവ്വം പൂജിക്കും. കാരണം ഏവരുടെയും ലൗകിക മോഹങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിൽ നീ വളരെ മുന്നിലാണ്. അപ്പൊ യോഗമായയ്ക്ക് ഭഗവാൻ അനുഗ്രഹം ചൊരിയാണ്. ആരാണോ നിന്നെ പൂജാദ്രവ്യങ്ങൾക്കൊപ്പം മൃഗപരങ്ങളെയും ബലി കഴിച്ച് നിന്നെ പ്രസാദിപ്പിക്കുന്നത് അവർക്ക് എല്ലാ ഭൗതിക ഐശ്വര്യങ്ങളും സുഖ സൗകര്യങ്ങളും നീ നൽകപ്പെടട്ടെ എന്നാണ് ഭഗവാൻ യോഗമായയ്ക്ക് അനുഗ്രഹം നൽകിയത്. അപ്രകാരമാണ് ദുർഗയും കാളിയും എല്ലാം ഇവിടെ മനുഷ്യരാൽ പൂജിക്കപ്പെടാൻ ഇടയായത്. ഭാവാർത്ഥത്തിൽ പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 7-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകത്തിൽ, കാമൈസ്തസ്തൈർ ഹൃതജ്ഞാന പ്രപന്ത്യന്തേ അന്യദേവത. അതായത് ഭൗതിക അഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട മനസ്സുള്ളവർ മറ്റു ദേവീ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിക്കാതെ മറ്റു ദേവീ ദേവന്മാരെ ആശ്രയിക്കുന്നവരുടെ എല്ലാവരുടെയും ആഗ്രഹം
ഭൗതികമായിട്ടുള്ള ഒപ്പുലൻസ് നേടുക എന്നുള്ളതാണ്. ഐശ്വര്യങ്ങൾക്കായിട്ടാണ് മറ്റു ദേവീ ദേവന്മാരെ മനുഷ്യന്മാർ പ്രാപിക്കുന്നത്. അതിനെല്ലാം കാരണം ഈ യോഗമായയുടെ അനുഗ്രഹം തന്നെയാണെന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഭഗവാനാൽ നൽകപ്പെട്ട അനുഗ്രഹമാണ് യോഗമായ മനുഷ്യർക്ക് നൽകുന്നത് എന്ന് സാരം. മനുഷ്യൻ എന്നിവിടെ പറയുന്ന വാക്ക് വിരൽ ചൂണ്ടുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അറിയാത്തവന്റെ നേരെയാണ്. അതായത് ഒരു മനുഷ്യനായാൽ അവന്റെ സ്വധർമ്മം എന്താണെന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാകണം എന്ന് സാരം. അതോ ബ്രഹ്മജിജ്ഞാസ എന്ന വേദാന്ത സൂത്രത്തിൽ പറയുന്നത് പോലെ ഓരോ മനുഷ്യരും സ്വയം ബുദ്ധിപൂർവം ആലോചിക്കണം, അല്ലെങ്കിൽ ജിജ്ഞാസു ആകണം. താൻ ആരാണ്, ബ്രഹ്മം എന്താണ്, പരബ്രഹ്മം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ജിജ്ഞാസു ആയിരിക്കണം ഒരു സാധാരണ മനുഷ്യൻ. അല്ലാതെ സാധാരണ ഭൗതിക സുഖങ്ങൾക്ക് പിന്നാലെ പായുന്ന ഒരുവൻ ആകരുത് എന്ന് സാരം. മനുഷ്യൻ എന്നിവിടെ പറയുന്ന വാക്ക് വിരൽ ചൂണ്ടുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അറിയാത്തവന്റെ നേരെയാണ്. അത്തരമൊരു മനുഷ്യന് വിദ്യയും സൗന്ദര്യവും അനവധിയായ സമ്പത്തും കൈവരുന്ന ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ച് ഇഹലോക ജീവിത ആസ്വദിക്കണം എന്ന് തന്നെയാണ് ഓരോ മനുഷ്യരുടെയും ആഗ്രഹം. ഈ ഭൗതിക ലോകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. അതൊക്കെയാണല്ലോ ഭൗതിക ലോകത്ത് അഭികാമ്യവും. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നുപോയ ഒരാൾ മായാശക്തിയായ ദുർഗാദേവിയെ പല പേരുകളിൽ പല ആവശ്യങ്ങൾക്കായി പല ഇടങ്ങളിൽ ആരാധിച്ചേക്കാം. അപ്പോൾ ഭൗതികമായിട്ടുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നൽകാനാണ് ദുർഗാദേവി അല്ലെങ്കിൽ യോഗമായയ്ക്ക് ഭഗവാൻ അനുഗ്രഹം നൽകിയിരിക്കുന്നത്. അങ്ങനെ ആരാധിക്കാൻ നിരവധി പുണ്യസ്ഥലങ്ങൾ ഉള്ളതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കാൻ നിരവധി പുണ്യസ്ഥലങ്ങൾ ഉള്ളതുപോലെ തന്നെ ഭാരതത്തിലുടനീളം യശോദാനന്ദനായ മായാദേവിയെ അഥവാ ദുർഗാദേവിയെ ആരാധിക്കുവാനും നിരവധി പുണ്യസ്ഥലങ്ങളുണ്ട്. യശോദമ്മയുടെ പുത്രിയായി വന്ന ആ യോഗമായെ ആരാധിക്കാൻ ഭാരതത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം ധാരാളം പുണ്യസ്ഥലങ്ങൾ ഉള്ളതായി പറയുന്നു. അവിടെയെല്ലാം പോയി ആരാധിച്ചു കഴിഞ്ഞാൽ അഭീഷ്ട സിദ്ധി ലഭിക്കും. അപ്പോൾ മനുഷ്യർ സാധാരണ ഭൗതിക സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ ഈ യോഗമായയാണ് ആശ്രയിക്കുന്നത് എന്ന് സാരം. എന്നാൽ ആത്മീയമായിട്ടുള്ള ആഗ്രഹം സാധിക്കണമെങ്കിൽ സാക്ഷാൽ ഭഗവാന്റെ അടുത്ത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് തന്നെ നമ്മൾ എത്തിച്ചേരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് സാരം. കംസനെ കബളിപ്പിച്ച ശേഷം മായാദേവി പല സ്ഥലങ്ങളിലായി ചെന്ന് സാധാരണക്കാരുടെ പൂജ പതിവായി ഏറ്റുവാങ്ങാൻ നിലയുറപ്പിച്ചു. അതിന് പ്രാധാനമായ ഒരിടം വിന്ധ്യാചലമാണ്. ഒരു മനുഷ്യൻ ശരിക്കും താല്പര്യം കാട്ടേണ്ടത് ആത്മതത്വത്തെ അല്ലെങ്കിൽ ആത്മാവിനെയും പരമാത്മാവിനെയും മനസ്സിലാക്കുവാനാണ്. അതാതോ ബ്രഹ്മജിജ്ഞാസ. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ബ്രഹ്മത്തെ അറിയാൻ താല്പര്യം ഉണ്ടാവുകയും അപ്രകാരം ഭഗവാനിലേക്ക് അടുക്കുവാൻ ഇടയാകുകയും ചെയ്യുന്നത്. എന്നാൽ ഭഗവാന്റെ ബഹിരംഗ ശക്തിയായ യോഗമായെ പ്രാപിക്കുന്ന ഒരാൾ സാധാരണ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ മാത്രം ആകൃഷ്ടരാകുന്നു. എന്നാൽ ആത്മീയ സുഖ സൗകര്യത്തിന് ആകൃഷ്ടനാകണമെങ്കിൽ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ പ്രാപിക്കണം എന്നാണ് ഇവിടെയും എടുത്തു പറയുന്നത്. ആത്മതത്വത്തിൽ താല്പര്യമുള്ളവർ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നു. യസ്മിൻ വിജ്ഞാതേ സർവമേവം വിജ്ഞാതം ഭവതി. എന്നിരുന്നാലും ഈ അധ്യായത്തിലെ അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നത് പോലെ ആത്മതത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർ അപശ്യതാം ആത്മതത്വം, അങ്ങനെ യോഗമായെ പല രൂപഭാവങ്ങളിൽ ആരാധിക്കുന്നു. അതിനാൽ ശ്രീമദ് ഭാഗവതം രണ്ടാം സ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകത്തിൽ പറയുന്നു, ശ്രോതവ്യാദീനി രാജേന്ദ്ര നൃണാം സന്ധി സഹസ്രശ അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിന. അതായത്, അല്ലയോ രാജശ്രേഷ്ഠ, ഭൗതികതയിൽ മുഴുകി കഴിയുന്നവർക്ക് പരമസത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തതിനാൽ അവർക്ക് സമൂഹത്തിൽ കേൾക്കാനായി നിരവധി വിഷയങ്ങളുണ്ട്. ഈ ഭൗതിക ലോകത്ത് തന്നെ കഴിഞ്ഞുകൂടാൻ തൽപരരായവർക്ക് ചെയ്യാൻ എത്രയോ കടമകളുമുണ്ട്. പക്ഷെ ആത്മാവിനെ രക്ഷിക്കണമെന്നുള്ളവർക്ക് ഒരേ ഒരു കടമയേ ഉള്ളൂ, ശ്രീകൃഷ്ണനിൽ പൂർണ്ണ ശരണാഗതി നേടുക. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അങ്ങനെ അത്തരമൊരാൾക്ക് ഭൗതിക സുഖം ആസ്വദിക്കുവാൻ യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അപ്പോൾ സർവധർമാൻ പരിത്യജ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന 33 ദേവീ ദേവന്മാരുടെ ആരാധനാ ക്രമങ്ങളിൽ അല്ലെങ്കിൽ അവരെ പൂജിക്കുന്ന ആ ധർമ്മം ഉപേക്ഷിച്ച് ഭഗവാനിൽ മാത്രം ശരണം പ്രാപിക്കുന്ന ഒരാൾക്ക് ആത്മീയ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. അത് സാധാരണ ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പകരം ആത്മീയ ആനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ആത്മീയ ആനന്ദം. അതിന്
പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഭക്തിയുത സേവനം അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ആത്മീയ ആനന്ദം അനുഭവിച്ചറിയുവാനും സാധിക്കൂ. അതിനായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം നിരന്തരം ജപിച്ച് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുവാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്